ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത് സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും ഇതിൻ്റെ ഒരു വ്യത്യാസം എന്നുള്ളത്. ഞാനിപ്പം സേവ് ചെയ്യാൻ പോവാണ്. കേട്ടോ, അത് സേവ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ സെറ്റിങ്സ് വെച്ചിട്ടാണ് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ലുക്ക് ആൻഡ് ഫീലും അതിനകത്തുള്ള നമ്മുടെ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പേ ഡൗൺലോഡ് ചെയ്ത ആ മെറ്റീരിയൽ തീമിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ വന്നു, ഫോണ്ട് മാറിയിട്ടുണ്ട്, കളേഴ്സ് മാറിയിട്ടുണ്ട്, തീം മാറിയിട്ടുണ്ട്. ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് വർക്ക് ചെയ്യുന്നില്ല, അതായത് നിങ്ങൾക്കിപ്പം ഇത് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, വിൻഡോസിലല്ല നമ്മുടെ മാക്കിൽ കമാൻഡ് ഷിഫ്റ്റ് പി കൊടുക്കുക. അതിനകത്ത് കൺട്രോൾ ഷിഫ്റ്റ് പി ആയിരിക്കും. ഇതിനകത്ത് റീലോഡ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല, ആദ്യത്തെ ഒരു ഓപ്ഷൻ കണ്ടോ, റീലോഡ് വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത്